നമസ്കാരം. മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട കള്ളപ്പണക്കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന് നേരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിർണായക നടപടി. കേരളത്തിലും കർണാടകയിലുമായി ബുധനാഴ്ച നടന്ന വ്യാപക റെയ്ഡുകൾക്ക് പിന്നാലെ വീണയുടെ HDFC ബാങ്ക് അക്കൗണ്ട് ഇഡി മരവിപ്പിച്ചു. ബാങ്കിലുണ്ടായിരുന്ന സ്ഥിര നിക്ഷേപങ്ങളുടെ രേഖകളും പരിശോധനയിൽ ഇഡി സംഘം പിടിച്ചെടുത്തു. വീണ വിജയൻ ഉടമസ്ഥയിലുള്ള IT കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസും കരിമണൽ കമ്പനിയായ CMRലും തമ്മിൽ നടത്തിയ കോടികളുടെ നിയമവിരുദ്ധമായ മാസപ്പടി ഇടപാടുകളാണ് ഇഡിയുടെ ശക്തമായ നീക്കം. CMRL മാനേജ്മെന്റും വീണ വിജയനും ചേർന്ന് നിയമവിരുദ്ധമായ മാർഗങ്ങളിലൂടെ പണം സമ്പാദിച്ചുവെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നതുൾപ്പെടെയുള്ള കർശന നടപടികളിലേക്ക് കേന്ദ്ര ഏജൻസി കടന്നത്. കേസിൽ കൃത്യമായ തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി ബുധനാഴ്ച 10ഓളം കേന്ദ്രങ്ങളിലാണ് ഇഡി ഒരേ സമയം തെരച്ചിൽ നടത്തിയത്. തിരുവനന്തപുരത്ത് പിണറായി വിജയൻ താമസിക്കുന്ന വാടക വീട്, കണ്ണൂരിലെ കുടുംബ വീട്, മുൻ മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടെ വസതി എന്നിവിടങ്ങളിൽ ഇഡി ഉദ്യോഗസ്ഥർ വിശദമായ പരിശോധന നടത്തി. കേരളത്തിലെ കണ്ണൂർ, എറണാകുളം, തിരുവനന്തപുരം ജില്ലകൾക്ക് പുറമെ ബംഗളൂരുവിലും CMRL മാനേജ്മെന്റുമായും വീണ വിജയനുമായി ബന്ധപ്പെട്ട പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം റെയ്ഡ് ഉണ്ടായിരുന്നു. പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ പരിശോധനയ്ക്ക് പിന്നാലെ ഉണ്ടായ സംഘർഷത്തിൽ CPM പ്രവർത്തകർക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള ഗുരുതര വകുപ്പുകൾ ചുമത്തി മ്യൂസിയം പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ഇവന്മാരെ കൊല്ലട എന്ന് ആക്രോശിച്ചുകൊണ്ട് മാരക ആയുധങ്ങളുമായി 300ഓളം വരുന്ന അക്രമി സംഘം തങ്ങളെ വളയുകയായിരുന്നുവെന്ന് ഇഡി അസിസ്റ്റന്റ് ഡയറക്ടർ V. സനത് റെഡ്ഡിയുടെ പരാതിയിലും പരിക്കേറ്റ ഉദ്യോഗസ്ഥൻ ഡിക്സൺ ഡേവിസിന്റെ മൊഴിയിലും വ്യക്തമാക്കുന്നു. ഭാരതീയ ന്യായ സംഹിതയിലെ 189/2, 191, 191(3), 190, 126, 2 തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് ബേക്കറി ജംഗ്ഷനിലെ വസതിയിൽ റെയ്ഡ് പൂർത്തിയാക്കി ഇഡി സംഘം ഗേറ്റിന് പുറത്തേക്ക് വന്നപ്പോഴാണ് CPM DYFI പ്രവർത്തകർ മാരക ആയുധങ്ങളുമായി ആക്രമണം അഴിച്ചുവിട്ടത്. വടികളും കല്ലുകളും ഇഷ്ടികകളും ഉപയോഗിച്ച് നടത്തിയ കല്ലേറിലും തല്ലിച്ചതയ്ക്കലിലും ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച 3 വാഹനങ്ങൾ തകരുകയും ഏകദേശം 3 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിക്കുകയും ചെയ്തു. അക്രമത്തിൽ ഇഡി ഉദ്യോഗസ്ഥന്റെ കൈക്ക് പരിക്കേൽക്കുകയും കാർ ഓടിച്ചിരുന്ന ഡ്രൈവർക്ക് ഇഷ്ടിക കൊണ്ടുള്ള ഏറേറ്റ് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. കൂടാതെ സ്ഥലത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ്, CRPF ഉദ്യോഗസ്ഥരെയും അക്രമി സംഘം മാരക ആയുധങ്ങൾ ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കുകയും അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തു. അക്രമത്തിന് ശേഷം ഇഡി സംഘം നേരിട്ട് തമ്പാനൂർ സ്റ്റേഷനിൽ എത്തിയാണ് പരാതി നൽകിയത്. അതേസമയം ഈ റെയ്ഡിനെക്കുറിച്ചോ അന്വേഷണത്തെക്കുറിച്ചോ ആഭ്യന്തര വകുപ്പിനോ പോലീസിനോ മുൻകൂട്ടി യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല എന്നാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കുന്നത്. മുൻകൂട്ടി അറിയിപ്പില്ലാതായിരുന്നിട്ടും സ്ഥലത്ത് ആളുകൾ തടിച്ചുകൂടിയപ്പോൾ ക്രമസമാധാന പാലനത്തിനായി പോലീസ് കൃത്യമായി ഇടപെട്ടിട്ടുണ്ടെന്നും പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇടിക്ക് നേരെ ഉണ്ടായത് ആസൂത്രിതമായ ആക്രമണമാണെന്നും നിയമം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും വ്യക്തമാക്കിയ ആഭ്യന്തരമന്ത്രി അക്രമികൾ എവിടെ ഒളിച്ചാലും വിടാതെ പിടികൂടുമെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ തലസ്ഥാന നഗരിയിൽ വെച്ചുണ്ടായി വൻ സുരക്ഷാ വീഴ്ചയിൽ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ രംഗത്തെത്തിയിരുന്നു. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന പോലീസ് മേധാവിയോട് ഫോണിലൂടെ അടിയന്തര വിശദീകരണം തേടിയ ഗവർണർ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ അനാസ്ഥയെക്കുറിച്ചുള്ള ആക്ഷേപങ്ങളിൽ കൃത്യമായ മറുപടിയും ആവശ്യപ്പെട്ടിട്ടുണ്ട്.